ഭഗവാൻ ശിവന്റെ ഭക്തനായിരുന്ന മൃഗണ്ഡു മഹർഷി ഒരു സന്താനത്തിനായി ശിവനെ ഭജിക്കുകയും കഠിന തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രസാദിച്ച പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പുത്രനെ നൽകാമെന്ന് അനുഗ്രഹിച്ചു. എന്നാൽ ആ വരത്തിൽ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഒന്നുകിൽ ദീർഘായുസ്സുള്ളവനും എന്നാൽ ബുദ്ധിഹീനനുമായ ഒരു മകൻ, അല്ലെങ്കിൽ വെറും 16 വയസ്സുമാണ്. ആയുസ്സുള്ള ദൈവജ്ഞനായ ഒരു മകൻ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശിവൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ ശിവന്റെ ഭക്തനായിരുന്ന മൃഗണ്ഡു മഹർഷി ഒരു സന്താനത്തിനായി ശിവനെ ഭജിക്കുകയും കഠിന തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തപസ്സിൽ പ്രസാദിച്ച പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പുത്രനെ നൽകാമെന്ന് അനുഗ്രഹിച്ചു. എന്നാൽ ആ വരത്തിൽ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഒന്നുകിൽ ദീർഘായുസ്സുള്ളവനും എന്നാൽ ബുദ്ധിഹീനനുമായ ഒരു മകൻ, അല്ലെങ്കിൽ വെറും 16 വയസ്സുമാണ്. ആയുസ്സുള്ള ദൈവജ്ഞനായ ഒരു മകൻ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശിവൻ ആവശ്യപ്പെട്ടു. കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും ദൈവജ്ഞനായ ഒരു മകൻ മതിയെന്ന് മൃഗണ്ഡു ശിവനോട് അപേക്ഷിച്ചു.